കൊമേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നോളജി ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. ടെക്നോളജി ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. ആദ്യമായി ടെക്നോളജി എന്താണെന്ന് നോക്കാം. ടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് സയൻറ്റിഫിക് നോളജിനെ അപ്ലൈ ചെയ്യുന്ന വേയെ പറയുന്നതാണ് ടെക്നോളജി. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ട്രാൻസ്നാഷണൽ കമ്പനീസ് ടെക്നോളജിയെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണെന്ന്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു വേ അല്ലെങ്കിൽ ഒരു മെത്തേഡിനെയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സ്കിൽസിനെയോ നോളജിനെയോ മാനുഫാക്ചറിങ് മെത്തേഡിനെയോ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസിനെയോ ഇതിനെയെല്ലാം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ഒരു ഏജൻസിയിൽ നിന്നും മറ്റൊരു ഏജൻസിയിലേക്ക് ന്യൂ സ്കിൽസിനെയോ ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റീസിനെയോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പറയുമ്പം ടെക്നിക്കൽ നോളജ് അതിൻ്റെ ലബോറട്ടറിയിൽ നിന്ന് ടെക്നോളജി സ്റ്റുഡൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ഓഫ് നോളജ് എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾസ് ടീച്ചേഴ്സ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ ആ ഒരു നോളജ് ട്രാൻസ്ഫറാണ് അവിടെ നടക്കുന്നത്. അതായത് ഇതിനെക്കുറിച്ചുള്ള നോളജ് ട്രാൻസ്ഫറായി കിട്ടുകയാണ് ചെയ്യുന്നത്. സയൻറ്റിഫിക് പ്രോസസ്സിലൂടെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നോളജ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് നോളജ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലെവൽ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ നോളജിനെയാണ് സെക്കൻഡ് ലെവൽ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫേംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റിയും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുകയും ഒക്കെ വേണം. തേർഡ് ലെവൽ ഓഫ് ട്രാൻസ്ഫറിൽ ന്യൂ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ ആ പ്രോഡക്റ്റിൻ്റെ പിന്നിലുള്ള ടെക്നിക്കൽ കേപ്പബിലിറ്റീസ് അഥവാ സാങ്കേതിക ശേഷിയെ പറ്റിയിട്ട് ഒരു ഐഡിയ ലഭിക്കും. അടുത്ത ഫോർത്ത് ലെവലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ. എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നോളജി അത് ഓൺ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരിക്കും. അതായത് എ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ടെക്നോളജി കൊമേഴ്ഷ്യലി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നോളജി ആണെങ്കിൽ ആ ടെക്നോളജിയുടെ ഫുൾ ഓണർഷിപ്പും എ എന്ന് പറയുന്ന കമ്പനിക്കാണ്. അതുപോലെ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ റൈറ്റിലൂടെ അത് കൂടുതൽ സെക്യൂർ ആയിട്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എന്ന ആശയം നമുക്ക് വരുന്നത്. ബൈയിങ്ങിലൂടെയും സെല്ലിങ്ങിലൂടെയും ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ഇങ്ങനെ മാർക്കറ്റ് ട്രാൻസാക്ഷനിലൂടെ ടെക്നോളജി ട്രാൻസ്ഫർ ആയി കിട്ടുന്നതാണ് ഫോർത്ത് ലെവൽ. അതായത് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. അതാണ് ഫോർത്ത് ലെവൽ. ഇനിയും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ഫേംസ് തമ്മിൽ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻ്റർനാഷണൽ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇങ്ങനെ ടെക്നോളജി ട്രാൻസ്ഫറിലേക്ക് ഗൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ടെക്നോളജി സെല്ലർ, അതായത് ടെക്നോളജിയെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഫേം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ, അവർക്ക് ഈ ടെക്നോളജി സെല്ല് ചെയ്യുന്നതിലൂടെ അവർക്കൊരു റിട്ടേൺ അവർക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഈ ടെക്നോളജി ട്രാൻസ്ഫറിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ ടെക്നോളജിയെ പർച്ചേസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഒരു ഫേം ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് ഇന്നോവേറ്റ് ചെയ്യുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആകുമ്പം ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയെ പർച്ചേസ് ചെയ്യുന്നതാകും കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവായിട്ടുള്ളത്. അടുത്ത പോയിൻ്റാണ്, സെക്കൻഡ് പോയിന്റിൽ ഞാൻ പറഞ്ഞതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ടെക്നോളജി അതിൻ്റെ യൂട്ടിലിറ്റി ഓൾറെഡി പ്രൂവ് ചെയ്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ബയർ ആ ടെക്നോളജി പർച്ചേസ് ചെയ്യാൻ കൂടുതലായിട്ട് ശ്രമിക്കും. അടുത്ത ടോപ്പിക്ക്
റീസെൻറ്റ് ട്രെൻഡ്സ് ഓഫ് ടെക്നോളജി ട്രാൻസ്ഫർ ആണ്. അതിലെ ഫസ്റ്റ് പോയിൻറ്റ്, ടെക്നോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടറും ഒക്കെയാണ്. മോഡേൺ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് മാത്രം ചെയ്യുക എന്നതല്ല, സർവീസ് സെക്ടറിലും ഈ ടെക്നോളജീസ് എല്ലാം യൂസ് ചെയ്യാറ് ഉണ്ട്. അപ്പം അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് മാത്രമല്ല സർവീസ് സെക്ടറിലേക്കും ഈ ടെക്നോളജിയുടെ യൂസേജ് വരുന്നുണ്ട്. രണ്ടാമത്തെ പോയിൻ്റാണ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യാനും ടെക്നോളജി കൊണ്ട് നമുക്ക് സാധിക്കുന്നു. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു രാജ്യം ചില ഏരിയാസിൽ അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ ആ ഏരിയയിലായിരിക്കും എക്സ്പേർട്ടായിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓയിൽ പ്രൊഡക്ഷനിൽ ചില കൺട്രീസ് എക്സ്പേർട്ടായിരിക്കും. അപ്പം ആ രാജ്യത്തിന് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഓയിൽ പ്രൊഡക്ഷനിലായിരിക്കും കൂടുതൽ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് ടെക്നോളജി ട്രാൻസ്ഫറുമായി ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ടെക്നോളജിയുടെ ഓണർ ആരാണോ അദ്ദേഹത്തിൻ്റെ പ്രൊപ്രൈറ്ററൽ റൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു ടെക്നോളജി ഓൺ ചെയ്യുന്ന അതിൻ്റെ ഓണറിന് പ്രൊപ്രൈറ്ററൽ റൈറ്റ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ ഒരു മേജർ പ്രോബ്ലമായിട്ട് നിൽക്കുന്നു. രണ്ടാമത്തേത് ടെക്നോളജി ഡിഫ്യൂഷൻ. ടെക്നോളജി ഡിഫ്യൂഷൻ എന്ന് പറയുമ്പം വർക്ക് പ്ലേസിലേക്ക് ഒരു പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിനെ ഒന്ന് അഡാപ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ടെക്നോളജി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ടെക്നോളജി പുതിയൊരു ടെക്നോളജിയിലേക്ക് വന്നു കഴിയുമ്പം അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊരു ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ മേജർ ഒരു ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. അടുത്തതാണ് പ്രൊപ്രൈറ്ററൽ റൈറ്റ്. ടെക്നോളജിയുടെ പ്രൊട്ടക്ഷൻ മാനുഫാക്ചറിങ് സെക്ടറിൽ മാത്രമല്ല അഗ്രികൾച്ചറൽ സർവീസ് സെക്ടറിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് റിലേറ്റഡ് പ്രോപ്പർട്ടി റൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെയും അതുപോലെ തന്നെ ബയോടെക്നോളജിക്കൽ ഇൻവെൻറ്റേഴ്സിൻ്റെയും പേറ്റൻറ്റ് റൈറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്താറ് ഉണ്ട്. അടുത്ത ടോപ്പിക്കാണ് ഓർഗനൈസേഷണൽ ഇന്നൊവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്. അതിൽ ഒന്നാമത്തേത് പ്രൊഡക്ഷൻ്റെ ഫിലോസഫിയെ ഓൾട്ടർ ചെയ്തു എന്നുള്ളതാണ്. അതായത് ആദ്യകാലങ്ങളിൽ സ്റ്റോക്ക് നിറയ്ക്കൽ, അതായത് സ്റ്റോക്കിന് വേണ്ടിയിട്ടായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അത് ഡിമാൻഡ് ഡ്രിവൺ പ്രൊഡക്ഷനായിട്ട് മാറി, അഥവാ ഡിമാൻഡിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് സ്മോളർ ക്വാണ്ടിറ്റിയിൽ ഡിമാൻഡിനനുസരിച്ച് കൊണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഓവർ പ്രൊഡക്ഷനോ അണ്ടർ പ്രൊഡക്ഷനോ ഉണ്ടാകാതെ ഒരു സ്റ്റോക്കിനെ ഒരു മിനിമൽ പൊസിഷനിൽ നിർത്താനായിട്ട് സാധിച്ചു. അപ്പം ഒന്നാമത്തെ പോയിൻ്റ്, പ്രൊഡക്ഷൻ്റെ ഫിലോസഫി തന്നെ അവർ ഓൾട്ടർ ചെയ്തു. സിമ്പിൾ ടേമിൽ പറഞ്ഞാൽ ഡിമാൻഡിനനുസരിച്ച് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. രണ്ടാമത്തെ ഒരു പ്രാക്ടീസാണ് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ. എഫിഷ്യൻറ്റ് പ്രൊഡക്ഷന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പം മെഷീനറിയൊക്കെ എന്ത് ചെയ്യണം, റീഡിസൈൻ ചെയ്യണം. അതൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പുതിയ ടൂൾസും ആവശ്യമായിട്ട് വരുന്നു. അതായത് പുതിയ മെഷീനറി ആകുമ്പം പുതിയ ടൂൾസും അതിന് ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആ ടെക്നോളജി യൂസ് ചെയ്യാനും അത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ട്രെയിൻഡ് ആകണം. അല്ലാതെ മറ്റ് ഏരിയയിൽ നിന്നുള്ള സെപ്പറേറ്റ് ഒരു ടീമിനെ ഈ പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ വേണ്ടി വെക്കാൻ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ലൈനിൽ ഇപ്പോൾ നിൽക്കുന്ന വർക്കേഴ്സ് ആരാണോ അവർ പുതിയ ടെക്നോളജിയെ പഠിക്കുക, അതായത് അതിനു വേണ്ടിയിട്ട് അവരെ ട്രെയിൻഡ് ആക്കുക എന്നുള്ളതാണ്, ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മാറിയ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്താൻ വർക്കേഴ്സും ട്രെയിൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തേതാണ് പ്രൊഡക്ഷൻ ലേഔട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്യുക. സ്മോൾ സൈസിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്താനും ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് കൂടുതൽ സ്മൂത്തായി നടത്താൻ വേണ്ടിയിട്ടും മെഷീനറിയുടെ യൂസേജിലും മാനേജ്മെൻറ്റിലും ഒക്കെ മാറ്റം വരുത്താറുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ സ്മൂത്തായിട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ലേഔട്ടിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ
പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റോക്കിന് വേണ്ടിയിട്ടായിരുന്നു പ്രൊഡക്ഷൻ നടത്തുന്നത്. പിന്നീട് അവരത് ഡിമാൻഡിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വന്നു. കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടന്നപ്പോഴത്തേന് പ്രൊഡക്ഷൻ ലേ ഔട്ട് തന്നെ റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. നാലാമത്തേതാണ് ഇൻവെൻ്ററീസ് മിനിമത്തിലേക്ക് റെഡ്യൂസ് ചെയ്തു. അതായത് ജസ്റ്റ് ഇൻ ടൈമിലേക്ക് ഇൻവെൻ്ററീസിനെ റെഡ്യൂസ് ചെയ്തു. ജസ്റ്റ് ഇൻ കേസിൽ നിന്ന് ജസ്റ്റ് ഇൻ ടൈമിലേക്ക് റെഡ്യൂസ് ചെയ്തു. എന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുമ്പം ഓവർ സ്റ്റോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ആവശ്യമായിട്ടുള്ള ഗുഡ്സ് എത്രയാണോ അത്രയും മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക. ആവശ്യത്തിലധികം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈമിൻ്റെ ഉദ്ദേശം. അതായത് ആവശ്യത്തിലധികം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേന് വേസ്റ്റേജ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റിയും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു. അതിന് പകരം ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ച് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് JIT അഥവാ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഇനിയും ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെൻട്രി, ഇത് ഒരു ഇൻവെൻട്രി സ്ട്രാറ്റജിയാണ്. കമ്പനീസ് ഒരുപാട് ഇൻവെൻട്രീസ് അവരുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്നതിനാണ് ജസ്റ്റ് ഇൻ കേസ് എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചില സമയത്ത് അൺപ്രഡിക്റ്റബിളായിട്ടുള്ള സമയത്ത് ഡിമാൻഡ് കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് അങ്ങനെ ഗുഡ്സിനെ കീപ്പ് ചെയ്യുന്നതിനാണ് ജസ്റ്റ് ഇൻ കേസ് എന്ന് പറയുന്നത്. അതായത് ആവശ്യത്തിലധികം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കയ്യിൽ വെക്കുന്നു. പക്ഷേ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുമ്പം ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ്സ് മാത്രം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനിയും ജസ്റ്റ് ഇൻ കേസിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് കോസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റിസ്ക്കും കൂടുതലാണ്. ഇത്രയും പ്രൊഡ്യൂസ് ചെയ്ത ഈ ഗുഡ്സ് കസ്റ്റമേഴ്സിന് അത്രയും ആവശ്യമില്ലാതെ വരുമ്പോൾ അത് വേസ്റ്റേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് ആളുകൾ വാങ്ങിക്കാതെ വരുമ്പം റിസ്ക്കും കൂടുതലായിട്ട് വരുന്നു. അഞ്ചാമത്തെ പോയിൻ്റാണ് വർക്കേഴ്സ് മൾട്ടി സ്കിൽഡ് ആയിരിക്കുക എന്നുള്ളത്. അതായത് അവരുടെ വർക്കിൻ്റെ ക്വാളിറ്റി എന്താണോ അതിനനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ സ്കിൽ എന്തുവാണോ അതിനനുസരിച്ചും ഒക്കെ ആയിരിക്കും അവർക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നത്. അടുത്ത ഏരിയയാണ് ഔട്ട്റൈറ്റ് സെയിൽ ഓർ പർച്ചേസ് ഓഫ് ടെക്നോളജി. ഈ ഒരു മെക്കാനിസത്തിൽ പറയുന്നത് ടെക്നോളജിയുടെ പ്രൊപ്രൈറ്ററൽ റൈറ്റ് ട്രാൻസ്ഫർ ആരാണോ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് സെല്ലറിൻ്റെ ഇൻ്റർഫിയറൻസ് കൂടാതെ ആ ടെക്നോളജി യൂസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം കിട്ടുന്നതിനെയാണ് പർച്ചേസ് ഓഫ് ടെക്നോളജി അഥവാ ഔട്ട്റൈറ്റ് സെയിൽ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ്. എന്ന് വെച്ചാൽ ഹോസ്റ്റ് കൺട്രിയിലുള്ള ഒരുപാട് ഫേംസ് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാറുണ്ട്. ഈ കോൺട്രാക്റ്റിൽ ഫോറിൻ എൻ്റർപ്രൈസ് ഹോസ്റ്റ് കമ്പനീസിന് പേരൻ്റ് കമ്പനിയുടെ പല മാനേജ്മെൻറ്റ് പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അവരെ അഡ്വൈസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് എൻറ്റയർ മാനേജ്മെൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഫോറിൻ ഫേംസ് ആയിരിക്കും. ഇങ്ങനെ പേരൻ്റ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് പ്രാക്ടീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അഡ്വൈസുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഹോസ്റ്റ് കമ്പനി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലംസം എമൗണ്ടൊക്കെ ആയിട്ട് ലംസമായിട്ടൊക്കെ മാനേജ്മെൻറ്റ് ഫീസ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതാണ് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റിൽ പറയുന്നത്. അടുത്തതാണ് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ടെക്നോളജിയുടെ ഓണർ ഹോസ്റ്റ് കമ്പനിയോട് ഒരു ഫ്രാഞ്ചൈസ് ഫീസ് വാങ്ങിക്കൊണ്ട് അവരുടെ ആ സ്പെസിഫിക് ടെക്നോളജി യൂസ് ചെയ്യാൻ അനുവദിക്കുന്നതിനാണ് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഫുഡ് ഇൻഡസ്ട്രിയിലും ഹോട്ടൽ ഇൻഡസ്ട്രിയിലും ഒക്കെയാണ് ഈ ഫ്രാഞ്ചൈസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹോസ്റ്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു ഫ്രാഞ്ചൈസ് ഫീസ് വാങ്ങിച്ചുകൊണ്ട് ഒരു സ്പെസിഫിക് ടെക്നോളജിയുടെ ഓണർ അദ്ദേഹത്തിൻ്റെ ആ ടെക്നോളജി യൂസ് ചെയ്യാൻ അനുവദിക്കുന്നതിനാണ് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അടുത്ത ഏരിയയാണ് വൈറ്റൽ കോമ്പണൻസ് ഓഫ് കോൺട്രാക്റ്റ്. അതിൽ ഒന്നാമത്തെയാണ് പേറ്റൻറ്റ് ആൻഡ് സീക്രട്ട് ടെക്നോളജി. പേറ്റൻ്റ് എന്ന് പറയുന്നത് പേറ്റൻ്റ് ഓണറിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ ആ വ്യക്തിയുടെ ഇൻവെൻഷനോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ടെക്നോളജിയോ ഉപയോഗിക്കാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ കൊമേഴ്ഷ്യലി അത് സെല്ല് ചെയ്യാനോ കഴിയത്തില്ല. അതിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ തടയുന്ന ഒരു എക്സ്ക്ലൂസീവ് റൈറ്റിനെയാണ് പേറ്റൻ്റ് എന്ന് പറയുന്നത്. അതായത് പേറ്റൻ്റ് എടുത്തിരിക്കുന്ന ആ വ്യക്തി അറിയാതെ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ മറ്റൊരു വ്യക്തിക്ക് അത് ഉപയോഗിക്കാനോ വിൽക്കാനോ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനോ
ഒന്നും കഴിയത്തില്ല. അങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് റൈറ്റാണ് പേറ്റൻ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പം ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെയോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ, ഇതിനെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ബ്രാൻഡ് നെയിം. ബ്രാൻഡ് നെയിം എന്ന് പറയുമ്പം ഒരു പ്രോഡക്റ്റിനെ വേറൊരു പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബ്രാൻഡ് എലമെൻറ്റിനെയാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയർ ഇന്ത്യ, ബ്രിട്ടീഷ് എയർവേയ്സ്. ഡ്രസ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലൂയി ഫിലിപ്പ്, അലൻ സോളി, ഇങ്ങനെ പല ബ്രാൻഡുണ്ട് അല്ലേ. ഒരു കമ്പനിയെ മറ്റൊരു കമ്പനിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റിനെ മറ്റൊരു പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡ് എലമെൻറ്റാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. അടുത്തതാണ് റോയൽറ്റി. റോയൽറ്റി എന്ന് പറയുമ്പം ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോപ്പർട്ടി ഓണറിന് കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു ഏരിയയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുമ്പം ഒരു വ്യക്തിയുടെ ക്രിയേഷൻസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇൻവെൻഷൻസിന് കൊടുക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഡിസൈൻസ്, കോപ്പി റൈറ്റ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, അതുപോലെ തന്നെ ട്രേഡ് സീക്രട്ട്, ഇതൊക്കെ വരുന്നു. എന്ന് വെച്ചാൽ ഒരു വ്യക്തി കണ്ടുപിടിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭൗതികമായിട്ടുള്ള അറിവ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഏതെങ്കിലും കാര്യങ്ങൾ ആ വ്യക്തിയുടെ അറിവോ സമ്മതമോ കൂടാതെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ വ്യക്തിക്ക് കൊടുക്കുന്ന റൈറ്റിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രിയേഷൻസിന് മേൽ അദ്ദേഹത്തിനുള്ള അധികാരത്തെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് വിൽക്കാനോ അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ മറ്റൊരാൾക്കത് യൂസ് ചെയ്യാനോ അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. അതിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. ടെക്നോളജി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.